വേണ്ടയോ എന്ന് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ട് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാർ അരി കഴിക്കണം, കുറച്ച് ആൾക്കാർ അരി കഴിക്കേണ്ട എന്നുള്ള വീഡിയോസ് ഉണ്ടോ? എന്താണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള നിജസ്ഥിതി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എനർജി സോഴ്സ്. ഒരു ക്വിക്ക് ആൻഡ് എഫിഷ്യൻറ്റ് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് അരി. അതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള എനർജി നമുക്ക് ചോറിൽ നിന്ന് ലഭിക്കുന്നു. 2, ന്യൂട്രിയൻ റിച്ച്. ബ്രൗൺ റൈസ് ആണ് കഴിക്കാൻ നല്ലത്, കാരണം ഇതിൽ ധാരാളം വിറ്റാമിൻസ് അതായത് B1, B3, B6, ഫൈബർ, മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. 3, ഗ്ലൂട്ടൻ ഫ്രീ. അരി നാച്ചുറലി ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അതുകൊണ്ട് സീലിയാക് ഡിസീസസ്, ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഒക്കെയുള്ള ആളുകൾക്ക് കഴിക്കാൻ സേഫാണ്. 4, ഡൈജസ്റ്റീവ് ഹെൽത്ത്. ബ്രൗൺ റൈസിൽ കൂടുതൽ ഫൈബർ ഉള്ളതുകൊണ്ട് ഡൈജഷൻ സുഗമമാക്കി ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നു. 5, വേഴ്സറ്റൈലിറ്റി. അരി ഒരിക്കലും നമ്മൾ തനിച്ച് കഴിക്കുന്നില്ല. അതിൻ്റെ ഒപ്പം ഒരു തോരനോ മീൻ കറിയോ സാമ്പാറോ ചിക്കൻ കറിയോ മറ്റുമായാണ് നമ്മൾ കഴിക്കാറ്. സോ അതിൽ കൂടെ നമുക്ക് വേണ്ട കംപ്ലീറ്റ് ന്യൂട്രിയൻസ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ് ഒക്കെ ലഭിക്കുന്നു. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഹെൽത്തി ഫുഡാണ് നമുക്ക് ലഭിക്കുന്നത്. 6, കോസ്റ്റ് എഫക്റ്റീവ്. സാധാരണ ഒരു ഫാമിലിക്ക് റൈസ് എന്ന് പറയുന്നത് അഫോർഡബിൾ ആൻഡ് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഫുഡാണ്. പിന്നെ നമുക്ക് സ്ഥിരമായി ലഭിക്കുന്ന ഒരു ഫുഡ് കൂടിയാണ് അരി. 1, ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ്. വൈറ്റ് റൈസിൽ ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ആയതുകൊണ്ട് ബ്ലഡ് ഷുഗർ കൂട്ടാനും ഡയബറ്റിക് പേഷ്യൻസിൻ്റെ ഹെൽത്തിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. 2, ന്യൂട്രിയൻറ്റ് ലോസ്. മറ്റു ധാന്യങ്ങളെ അപേക്ഷിച്ച് വൈറ്റ് റൈസിൽ ന്യൂട്രിയൻസ് കുറവാണ്. 3, ലോ പ്രോട്ടീൻ കണ്ടൻറ്റ്. അരി മറ്റു ധാന്യങ്ങളെ അപേക്ഷിച്ച് പ്രോട്ടീൻ കണ്ടൻറ്റ് വളരെ കുറവാണ്. അപ്പോൾ ചോറ് മറ്റു പ്രോട്ടീൻ സോഴ്സ് ഉപയോഗിച്ച് ബാലൻസ് ചെയ്യാതെ കഴിക്കുകയാണെങ്കിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, സ്പെഷ്യലി വെജിറ്റേറിയൻസിന്. 4, പൊട്ടൻഷ്യൽ ഓവർ ഈറ്റിംഗ്. റൈസ് ഒരു കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡാണ്. സോ ഈസി ആയിട്ട് നമുക്കത് ഓവർ കൺസ്യൂം ചെയ്യാൻ സാധിക്കും. ഇതുമൂലം കലോറി കൂടുകയും വെയിറ്റ് ഗെയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഫോർ ജനറൽ ഹെൽത്ത്, ബ്രൗൺ റൈസ് സ്പെഷ്യലി ഒരു മോഡറേറ്റ് അളവിൽ നമ്മുടെ ബാലൻസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ചില ഇൻഡിവിജ്വൽസ്, അതായത് ഡയബറ്റിക് മുതലായ അസുഖങ്ങളുള്ള പേഷ്യൻസിന് വൈറ്റ് റൈസ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഇലകറികളും പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും മീനും മാംസവുമെല്ലാം ആഡ് ചെയ്യുമ്പോൾ അതൊരു കംപ്ലീറ്റ് മീലാകുകയും വെറൈറ്റി ഓഫ് ഡിഷസ് ട്രൈ ചെയ്ത് നമുക്ക് മടുപ്പ് വരാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കാനും സാധ്യമാകുന്നു. അപ്പോൾ റൈസ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കി വേണം തീരുമാനിക്കാൻ. താങ്ക്